പഞ്ചാബ് കിങ്സുമായുള്ള IPL പോരാട്ടത്തിൽ ഫ്ലോപ്പായി മാറിയ മുംബൈ ഇന്ത്യൻസ് ഇതിഹാസവും അതുപോലെ മുൻ ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മയ്ക്ക് രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സ്ലോ ഇന്നിംഗ്സ് ആയിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. 21 ബോളിൽ 24 റൺസ് മാത്രം എടുത്ത് ഹിറ്റ്മാൻ പുറത്താവുകയും ചെയ്തു. വെറും 2 ഫോറും 1 സിക്സും മാത്രമേ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെടുന്നുള്ളൂ. T20 ടെസ്റ്റ് ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞ രോഹിത് 2027 ICC ഏകദിന ലോകകപ്പിൽ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിലുള്ളത്. പക്ഷെ നിലവിലെ ഫോമിൽ അദ്ദേഹത്തിന് അടുത്ത ലോകകപ്പിനെ കുറിച്ച് മറക്കാമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. പഞ്ചാബിനെതിരായ ഫ്ലോപ്പ് ഷോയ്ക്ക് പിന്നാലെയായിരുന്നു ഈ പ്രതികരണങ്ങളെല്ലാം തന്നെ. ഒരു ബ്രേക്ക് കഴിഞ്ഞ IPL പുനരാരംഭിച്ച ശേഷം രോഹിത് ശർമ്മയ്ക്ക് ബാറ്റിംഗിലെ താളം നഷ്ടമായെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പഞ്ചാബ് കിങ്സിനെതിരെ പതിവ് ശൈലിയിൽ തുടക്കം മുതൽ ആക്രമിച്ച് കളിച്ച അദ്ദേഹം ടീമിന് ഒരു അഗ്രസീവ് തുടക്കം നൽകുമെന്ന പ്രതീക്ഷയും നിലനിന്നിരുന്നു. പക്ഷെ നേർ വിപരീതമായിരുന്നു രോഹിത്തിന്റെ ഇന്നിംഗ്സ് എല്ലാം തന്നെ. റയാൻ റിക്കൽട്ടണിനൊപ്പം തട്ടിയും മുട്ടിയും ഗ്രീസിൽ നിന്ന് അദ്ദേഹം തുടക്കത്തെ സ്ട്രൈക്ക് റേറ്റഡ് ചെയ്യാൻ പോലും പാടുപെടുകയായിരുന്നു. മറുഭാഗത്ത് റിക്കൽട്ടൺ അതിവേഗം റണ്ണെടുത്ത് ഇന്നിംഗ്സിന്റെ വേഗത കൂട്ടാൻ ശ്രമിച്ചപ്പോൾ അത് സ്ലോയ്ക്കാണ് രോഹിത് കൂടുതൽ ശ്രമിച്ചത്. ആദ്യത്തെ 8 ബോളിംഗിൽ വെറും 5 റൺസ് മാത്രമേ താരം നേടിയുള്ളൂ. ഒരു 4 പോലും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നില്ല. 5ാം ഓവറിൽ സ്പിന്നർ ഹർപ്രീത് ബ്രാൻ വന്നതിന് ശേഷമാണ് രോഹിത്തിന്റെ ഇന്നിംഗ്സ് അല്പമെങ്കിലും കുറച്ച് മെച്ചപ്പെട്ടത്. 3ാമത്തെ ബോൾ സിക്സർ പറത്തിയ അദ്ദേഹം 4ാമത്തെ ബോളിൽ 4ഉം കണ്ടെത്തിയിരുന്നു. രോഹിത്തിന്റെ സ്ലോ ബാറ്റിംഗ് കാരണം സമ്മർദ്ദത്തിലായ റിക്കൽട്ടൺ അടുത്ത ഓവറിലെ ആദ്യ ബോളിൽ തന്നെ പുറത്താവുകയും ചെയ്തു. വമ്പൻ ഷോട്ടിന് തുനിഞ്ഞ അദ്ദേഹത്തെ മാർക്കോ യാൻസിന്റെ ബൌളിംഗ് നായകൻ ശ്രേയസ് അയ്യർ പിടികൂടുകയും ചെയ്തു. റിക്കൽട്ടൺ മടങ്ങിയ ശേഷം രോഹിത്തിന്റെ ബാറ്റിംഗ് ശൈലിയിൽ വലിയ മാറ്റമൊന്നും കണ്ടിരുന്നില്ല. ഒടുവിൽ ബ്രാർ എറിഞ്ഞ 10ാം ഓവറിലെ 3ാമത്തെ ബോളിൽ താരം പുറത്തായി. വമ്പൻ ഷോട്ടിന് തുനിഞ്ഞ രോഹിത്തിനെ ലോങ് ഓണിൽ നെഹാൽ വധേര തകർപ്പനൊരു ക്യാച്ചിലൂടെ മടക്കുകയായിരുന്നു ചെയ്തത്. തന്റെ ഇന്നിംഗ്സിൽ 8 ഡോട്ട് ബോളുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. പഞ്ചാബ് കിങ്സിനെതിരെ സ്ലോ ഇന്നിംഗ്സ് കളിച്ച് പുറത്തായ രോഹിത് ശർമ്മയ്ക്ക് വലിയ വിമർശനങ്ങളും പരിഹാസവുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. രോഹിത് ശർമ്മ ശരിക്കും ഫിനിഷ്ഡ് പ്ലെയറുമാണ്. അദ്ദേഹം ഇനി വിരമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 2027 ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമെന്ന രോഹിത്തിന്റെ മോഹം ഇനി നടക്കുകയുമില്ല. ഇപ്പോൾ തന്നെ ബാറ്റിംഗിലെ താളം നഷ്ടമായ താരത്തിന് 2 വർഷം കഴിഞ്ഞ് ഇനി എങ്ങനെ കളിക്കാനാകുമെന്ന ചോദ്യവും ആരാധകർ ഉന്നയിക്കുന്നുണ്ട്. 2027 ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് രോഹിത് ശർമ്മയുടെ മോഹം ഇനി നടക്കാൻ പോകുന്നില്ലെന്ന അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റിൽ തനിക്ക് ഇനിയും നല്ലൊരു ഭാവിയുണ്ടെന്നും വിരമിച്ചത് അബദ്ധമായെന്നും ഇന്നത്തെ സ്ലോ ഇന്നിംഗ്സ് തെളിയിച്ചെന്നായിരുന്നു നിലനിൽക്കുന്ന മറ്റൊരു പരിഹാസം എന്നത്.